നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന പുതിയ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ള ഒത്തിരി ഡൗട്ടുമായിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരു മാസം മുമ്പേ ഇതുമായിട്ട് സിമിലറായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അതായത് പുതിയ ഉദ്യോഗാർത്ഥികൾ എവിടെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടും അത് കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ വേണ്ടത്? നമ്മൾ ഈ പ്രിപ്പറേഷൻ ഇറങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് ചോദിക്കുമെന്നതാണ്. അതിനുവേണ്ടി സിലബസ് upc.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവർ താഴെ കൊടുത്തിരുന്ന ലിങ്ക് pscwiki.com/CSE അതിൽ കയറുക. അതിൽ UPSCയുടെ PDF കോപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ PDF നേരിട്ട് തരാം. ഇനി ഏത് തരത്തിലാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതൊക്കെ തലങ്ങളാണ് സിവിൽ സർവീസ് എക്സാമിനുള്ളത്? 3 തലങ്ങളാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. അത് ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ 2 പേപ്പേഴ്സ്, 2 മണിക്കൂറിൻ്റെ 2 പേപ്പേഴ്സാണുള്ളത്. അതിൽ GS പേപ്പർ, ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് അതാണ് ഫിൽട്രേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അതിൽ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് സാധാരണ ഒരു 100-105ഒക്കെയാണ് കട്ട് ഓഫായിട്ട് വരുന്നത്. എന്നാലും UPSC ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു 55-60% മാർക്ക് അതിൽ സെക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ബി സേഫ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് CSAT ആണ്. അത് 2015 മുതൽ ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. 33% മാർക്ക് മാത്രം മതിയായിരിക്കും. മെയിൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. ആയതുകൊണ്ട് തന്നെ 9 പേപ്പറുകളിലാണ് എക്സാം നടക്കുന്നത്. അതിൽ ആദ്യത്തെ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. അതിൽ ഓരോ പേപ്പറിനും 300 മാർക്ക് വീതമാണ്. 10ാം സ്റ്റാൻഡേർഡ് വച്ചിട്ടുള്ള സിലബസാണ് ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ പേപ്പർ എ എന്ന് പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജ്. കേരളത്തിൽ നിന്നുള്ളവർ മിക്കവാറും മലയാളമായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി പേപ്പർ ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഇത് രണ്ടും കമ്പൾസറിയാണ്. ഇത് ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള 7 പേപ്പേഴ്സ് വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ. ഇനി ബാക്കിയുള്ള 7 പേപ്പേഴ്സ് പറയുമ്പോൾ അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് essay ആണ്. തുടർന്ന് വരുന്ന 4 പേപ്പറുകളെന്ന് പറയുന്നത് GS പേപ്പറാണ്. അതിൽ 4ാമത്തെ പേപ്പർ എത്തിക്സ്. അങ്ങനെ essayയും GSനും 4 പേപ്പറും ചേർന്ന് 5 പേപ്പർ. ബാക്കിയുള്ള 2 പേപ്പർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഓപ്ഷൻ സബ്ജക്റ്റിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം. അങ്ങനെ എല്ലാത്തിനും 250 മാർക്ക് വീതമാണ് മാക്സിമം അവാർഡ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് മെയിൻസിൻ്റെ ടോട്ടൽ മാർക്ക് 1750. ഇനി ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ 275. അങ്ങനെ ടോട്ടൽ 2025 എക്സാം നടക്കുന്നത്. സാറിന് ഒരു 50% മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലിസ്റ്റിൽ വരും. അപ്പോൾ അതിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയം എങ്ങനെ തുടങ്ങാമെന്നാണ്. അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത ഉടനെ ശ്രമിക്കേണ്ടത് സിലബസ് എടുത്ത് വായിക്കാനാണ്. അപ്പോൾ മെയിൻസിൻ്റെ സിലബസ് അത്യാവശ്യം എലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പ്രിലിംസിൻ്റെ സിലബസ് വളരെ കുറച്ചാണ്. അതായത് 7 സ്റ്റേറ്റ്മെൻറ്റുകളിൽ സിലബസ് തീർക്കും. എന്നാൽ അത്ര മാത്രമല്ല, സിലബസ് കുറേ വാസ്റ്റാണ്. അതിൽ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു 20 വർഷത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും എടുത്ത് നോക്കിയിട്ട് ഏതൊക്കെ ഏരിയസാണ് ഇപ്പോൾ കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏരിയസാണ്, ബയോടെക്നോളജി ചോദിക്കോ, എമർജിങ് ടെക്നോളജി ചോദിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ കൾച്ചർ സൈഡിൽ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് സ്വയമേ എഴുതി തന്നെ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുക. ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം NCERT ബുക്ക് വായിക്കുക. ഇത് ബുക്ക് വായിക്കുമ്പോൾ പലരും ഏതൊക്കെ ബുക്ക് വായിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് വായിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒഴിവാക്കേണ്ടത് ലാംഗ്വേജ് ഒഴിവാക്കാം, ഒപ്പം സയൻസ് സബ്ജക്റ്റുകൾ ഒഴിവാക്കാം. പക്ഷേ സയൻസ് സബ്ജക്റ്റുകളിൽ ചില കാര്യങ്ങൾ നമ്മുടെ സിലബസ് പറ്റി അടുത്ത് നിൽക്കുന്നത് വായിക്കുക. അത് ഏതൊക്കെയെന്ന് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി ബുക്കുകൾ വായിക്കേണ്ടതിനെ പറ്റി ഒരു വീഡിയോ ഓൾറെഡി ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ അടുത്ത ആഴ്ചയോ മറ്റോ ഒരു പുതിയ വീഡിയോ ചെയ്തു തരാം. ഇനി NCERT വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റായിട്ട് കുറച്ച് മനസ്സിലാവും. NCERTs കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ തുടങ്ങാം. സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ തുടങ്ങാനായിട്ട് ഓരോ സബ്ജക്റ്റിനും ഒരു ബുക്ക് വാങ്ങിക്കുക. കൂടുതൽ ബുക്ക് വാങ്ങിക്കാതിരിക്കുക. സോഴ്സസ് ലിമിറ്റ് ചെയ്ത് മാക്സിമം റിവൈസ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പൊളിറ്റിക്ക് ലക്ഷ്മികാന്ത് വളരെ നല്ല ബുക്കാണ്. GC ലിയോങ് എന്ന് പറയുന്ന ബുക്ക് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ജോഗ്രഫിക്ക് ഉപയോഗിക്കാം. അതുപോലെ എക്കണോമിക്സിന് രമേഷ് സിംഗിൻ്റെ ബുക്കോ അല്ലെങ്കിൽ ശങ്കർ ഗണേഷ് കറുപ്പയുടെ ബുക്കോ യൂസ് ചെയ്യാം. രമേഷ് സിംഗിൻ്റെ ബുക്ക് കുറച്ച് വലുതാണ്. അതുപോലെ ഹിസ്റ്ററിക്കാണെന്നുണ്ടെങ്കിൽ സ്പെക്ട്രം പബ്ലിക്കേഷൻ അല്ലെങ്കിൽ പിപൻ ചന്ദ്രയുടെ ബുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ വായിക്കേണ്ടതായിട്ടുണ്ട്. എക്കണോമിക് സർവേ വായിക്കണം, ബഡ്ജറ്റ് വായിക്കണം, ഇന്ത്യ 2020
ബുക്ക് വായിക്കണം. അതുപോലെ ARC പോലുള്ള ഡോക്യുമെൻറ്റുകൾ വായിക്കണം. ഒപ്പം ഫോറസ്റ്റ് റിപ്പോർട്ട്, അഗ്രികൾച്ചർ പോളിസിയായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ, മാത്രമല്ല ഈ എമർജിംഗ് ടെക്നോളജി, ബയോടെക്നോളജി പോലെ വരുന്ന ഒത്തിരി കറണ്ട് അഫയേഴ്സുണ്ട്. അതെല്ലാം തന്നെ വായിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആദ്യമേ പ്രിപ്പയർ ചെയ്യുക. കണ്ടൻറ്റ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം NCERTC തീർക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതാകുമ്പോൾ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടായി വരും. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റാറ്റിക് ടോപ്പിക്ക് പോവുക. ഒപ്പം ഡേ 1 മുതൽ ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു നാഷണൽ ന്യൂസ് പേപ്പർ വായിക്കുക. നമ്മുടെ സിലബസിലും ക്വസ്റ്റ്യനും അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറേ കീവേഡുകൾ കിട്ടും. ആ കീവേഡുകൾ വെച്ചിട്ട് നമ്മുടെ ന്യൂസ് ഫിൽട്ടർ ചെയ്യുക. ന്യൂസ് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ തരാം. ഇനി ഒരു ഡെയിലി കമ്പൈലേഷൻ, കറണ്ട് അഫയേഴ്സിൻ്റെ കമ്പൈലേഷൻ വേണമെന്നുണ്ടെങ്കിൽ gktoday.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അത് കുറച്ച് ഹെവിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോകാനായിട്ട് ആ ഒരു വെബ്സൈറ്റ് മാത്രം മതിയാവും. അപ്പോൾ കമ്പൈലേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ഇനി മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷൻ IASൻ്റെ ഒരു മന്ത്ലി ഡോക്യുമെൻറ്റ് കാണും, ഒരു ഫ്രീ ഡോക്യുമെൻറ്റ്, ഒരു 80 to 100 പേജസ് കാണും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മതി, മോർ ദാൻ ഇനഫ്. പക്ഷേ ആദ്യം വായിക്കുന്നവർക്ക് കുറേ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതൊരു 4-5 തവണ റിവൈസ് ചെയ്ത് വായിക്കുക. മനസ്സിലാവാത്ത ടോപ്പിക്കുകൾ വിക്കിപീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പോലുള്ള സാങ്കേതികത്വം ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ആയില്ല. ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഒരു 2 ആഴ്ച പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു സെൽഫ് അനാലിസിസ് നടത്തുക. സെൽഫ് അനാലിസിസ് അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യണത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു അനാലിസിസ് ചെയ്യുക, അസസ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫെയിലാണെങ്കിൽ ഒരു ഷോട്ടും കൂടെ, അതായത് 2 വീക്സും കൂടി ഒന്ന് പഠിച്ചിട്ട് ഒരു അസസ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ രണ്ടാമത്തെ അസസ്മെൻറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷവും നിങ്ങൾ പരാജയപ്പെടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കുറച്ച് പ്രയാസമാണ്. സെൽഫ് സ്റ്റഡി ചെയ്ത് വിജയിക്കാനായിട്ട് ഒരുപാട് ടൈം സ്പാൻ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കുക. സോ നിങ്ങളുടെ ഒരു ആഗ്രഹം അത്ര തീവ്രമാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പറ്റുന്നൊരു അക്കാഡമിയിൽ ഏതെങ്കിലും ജോയിൻ ചെയ്യുക. അവിടുത്തെ വിജയ ശതമാനവും കാര്യങ്ങളും നിങ്ങളുടെ ആക്സസിബിലിറ്റിയും അഫോർഡബിലിറ്റിയും എല്ലാം നോക്കിയിട്ട് അത് തീരുമാനിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒരു മെൻറ്ററെ കണ്ടുപിടിക്കുക. ഇത് രണ്ടും സാധിക്കാത്തവർക്ക് pscwiki.comൻ്റെ പേഴ്സണൽ മെൻറ്റർ എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നതുകൊണ്ട് മാത്രം ഓഗസ്റ്റ് പകുതി മുതൽ ഒരു സെക്കൻഡ് ബാച്ച് കൂടി തുടങ്ങുന്നു. സെക്കൻഡ് ബാച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സഹായം വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സീരിയസ് ആസ്പിരൻറ്റിനെ മാത്രം വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും. ഒപ്പം സിവിൽ സർവീസുമായിട്ട് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ, നന്നായിട്ടൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഹാപ്പി ലേണിംഗ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.